ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ റിങ്സ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഒണിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ സവാളയാണുള്ളതെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ കുറച്ച് കട്ടിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇതളുകൾ നമുക്ക് ഓരോന്നായിട്ട് വിടുത്തി എടുക്കണം. അപ്പോൾ സൂക്ഷിച്ച് വിടുത്തിയെടുക്കണം, അത് പൊട്ടിച്ച് കളയരുതേ. ഒരു റിങ് പോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് മുഴുവനൊന്നും എടുക്കണ്ട, കിട്ടുന്നത്ര വലിപ്പത്തിൽ എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ അടർത്തി എടുത്തിട്ടുള്ള ഉള്ളി നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വൺസ് നമ്മൾ ഓണിയൻ റിങ്സ് ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് പോവാതെ കുറേ സമയം നിൽക്കുവേ. നമുക്കതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും കിട്ടും, ചെറിയൊരു എരിവും കിട്ടുമേ. പിന്നെ 2 വെളുത്തുള്ളി നന്നായിട്ട് അരച്ചോ അല്ലെങ്കിൽ ചതച്ചോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് പൊടിച്ച് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഒത്തിരി സമയം വെച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ബേക്കിംഗ് പൗഡർ കുക്ക് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ചേർത്താൽ മതിയേ. ഇനി നമ്മൾ മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത പാലാണേ. ഇത് ഒരു 2 കപ്പ് നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന പരുവം വരെ നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒത്തിരി ലൂസ് അല്ലെങ്കിൽ ഒത്തിരി തിക്കാക്കി എടുക്കരുത്. ഈ പാകത്തിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമുക്ക് ഒനിയൻ റിങ്സിനെ ഈ ബാറ്ററിലൊന്ന് മുക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മളൊരു സ്ട്രെയിനറിലേക്ക് ഇതിനെ മാറ്റി വയ്ക്കുന്നത്, അതിൽ കൂടുതലായിട്ടുള്ള മാവുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാനാണ്. അല്ലെങ്കിൽ നമ്മളത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ മൊത്തം കട്ടയായിട്ട് കിടക്കേ. അപ്പോൾ അത് ഒനിയൻ റിങ്സ് നമ്മളിതെല്ലാം ഇങ്ങനെ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കതിനെ ബ്രെഡ് ക്രംസിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ തട്ടി അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഓവറായിട്ട് അതിൽ കോട്ട് ആവേയില്ല, അങ്ങനെ ലംസ് ഒന്നും ഫോം ചെയ്യില്ല. ഇതിപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഒണിയൻ റിങ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകുകയും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മാക്സിമം ഒരു 1 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു കളർ അങ്ങ് പോയിട്ട് ഒരു ഡാർക്ക് കളർ വരുവേ. വൺസ് ഇതൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓയിൽ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് സാധാരണ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്നാക്കാണേ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ട് ഇനി വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്